ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ്, അത് കൃത്യമായിട്ട് നടന്നോളൂ. ഓക്കെ, അപ്പൊ എന്നിട്ട് അത് ആവശ്യമുള്ള അളവിൽ, എന്നിട്ട് അത് നോക്കി കണ്ട് നമ്മുടെ ശരീരത്തിനും നമ്മുടെ രോഗാവസ്ഥകൾക്കും ദോഷസ്ഥിതിക്കും അനുയോജ്യമാണോ എന്ന് കണ്ടറിയണം. അടുത്തതായിട്ട് അതിന്റെ അളവ് അറിയണം. നമുക്ക് ആവശ്യമുള്ളത്ര അളവ് നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് അത് ആസ്വദിച്ച് ചവച്ചരച്ച് ഭക്ഷിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സും നിറയണം, നമ്മുടെ ആമാശയവും നിറയണം. ഓക്കെ, അത് രണ്ട് കാര്യങ്ങൾ. ഈ സംഗതികൾ മനസ്സിൽ വെച്ചോ. ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഇതിലേക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്, നമ്മൾ ഈ ചവച്ചരയ്ക്കുമ്പോൾ നമ്മുടെ ആ വായിലുള്ള ഭക്ഷണം അത് ചവച്ചരയുന്നതും അത് ഇറങ്ങിപ്പോകുന്നതും ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതിൽ മാത്രം ശ്രദ്ധ വേണം. ഇപ്പൊ അതിന് ന്യൂസ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇയർബഡ്സ് വെച്ച് അത് കേൾക്കുന്നു, വിരലുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നു, അതിനിടയ്ക്ക് ഒരു സ്പൂണിൽ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ രീതി. ഓക്കെ, ഇത് അനുയോജ്യമായ രീതി അല്ല കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ രീതി എന്ന് പറയുമ്പോൾ ഇനി എല്ലാവരും ഇതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യണ്ട. ഓക്കെ, അല്ലാത്തവരെങ്കിലും രക്ഷപ്പെടട്ടെ. മുൻപ് പറഞ്ഞ രീതിയിൽ വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അതിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. ആ സമയത്ത് മൊബൈലും ടിവിയും കമ്പ്യൂട്ടറും ചെവിയിലും ഒന്നും വേണ്ട. ഓക്കെ, ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്